കുറച്ചു നേരം എല്ലാ ടെൻഷൻസും മാറ്റി വെച്ചിട്ട് ഈ കുരുന്നുകളോടൊപ്പം ഒരു യാത്ര പോയാലോ? റെഡിയല്ലേ? അപ്പോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ക്യൂബിക് സൂപ്പർ കിഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ അമ്പരപ്പിക്കാനായി എത്തിയിട്ടുള്ള സുന്ദരിമാരെ എല്ലാരും നമുക്ക് സ്വാഗതം ചെയ്യാം. ശ്രീലക്ഷ്മി 4.5 വയസ്സ് കോഴിക്കോട്, മീനാക്ഷി പി 4.5 വയസ്സ് കോഴിക്കോട്, ദയാമറിയം റോജി 5.5 വയസ്സ് കോട്ടയം, കരിഷ്മ സനോജ് 4 വയസ്സ് തൃശൂർ, നിയ എം ബി 5 വയസ്സ് എടപ്പാൾ, അമൃതവർഷിണി 3.5 വയസ്സ് കോഴിക്കോട്, ശിവാനി വി നായർ 4 വയസ്സ് കൊച്ചി, സിയ മിരൻ യാഗ്നിയ 4 വയസ്സ് കോഴിക്കോട്. കഥ പറയാൻ അറിയോ? എന്നാ വേഗം ഒരു കഥ പറഞ്ഞേ. ഒരു ദിവസം ഒരു മുയല് ചാടി ചാടി നടക്കുകയാണ്. ഒരു മുമ്പിൽ ഒരു ആമേനെ കണ്ടു. ആ മുയല് ആ ആമേനെ കണ്ട് കളിയാക്കി. ഇവനെന്താ പെടക്കെ നടക്കുന്നേ, എന്നെ സ്പീഡിൽ നടക്കാറിയില്ലേ എന്ന് അമ്മ പറഞ്ഞ് നമുക്ക് ഇത് റേസ് നടത്താണ്. അമ്മയോ? അമ്മയാണോ പറഞ്ഞത്? അമ്മ എനിക്ക് ഈ കഥ പറഞ്ഞത്. ശരി. അങ്ങനെ റേസ് നടത്തി. ഇതില് മുയൽ എന്നെ ജയിക്കെന്ന് പറഞ്ഞു. അപ്പൊ മുയല് സ്പീഡിലോടി. കുറച്ചു നേരം വിശ്രമിക്കാന്ന് പറഞ്ഞിട്ട് ഉറങ്ങിപ്പോയി മുയല. അപ്പൊ ആമ അറ്റം വരെ എത്തി. അപ്പൊ അമ്മയെ ജയിച്ചേ. ഞാൻ ഇപ്പഴാ ശ്രദ്ധിച്ചത്. എന്താ കാത് കുത്താത്തത്? കാതാ അടുത്ത കൊല്ലം കുത്തും. അടുത്ത കൊല്ലം കുത്തും. അടുത്ത കൊല്ലം കാത് കുത്തുമ്പോ വേദന എടുക്കാറില്ലേ? ഇല്ല. മോള് പറയാറില്ലേ എല്ലാ പെൺകുട്ടികളും കാതൊക്കെ കുത്തിയിട്ട് കമ്മലൊക്കെ ഇട്ട് നടക്കുന്നു, എനിക്ക് മാത്രം എന്താ കാത് കമ്മല് ഇട്ട് തരാത്തത്, കാത് കുത്തി തരാത്തെന്നൊക്കെ ചോദിക്കാറില്ല? അതൊക്കെ ചോദിക്കാറുണ്ട്. എന്നാലും അടുത്ത അമ്മ പറയുന്നൊക്കെ ഈ ഉണ്ടാക്കി ചേർക്കുന്നാ പറയണേ. എന്നാല് ഞാൻ പറയുന്ന ഇത്രയും അടുത്ത കൊല്ലം കുത്തൂന്ന. അമ്മ പറയുന്നത് ഈ ജൂണിലൊക്കെ ചേർക്കുന്നാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഈ കൊല്ലമൊക്കെ കാത് കുത്തുന്നാണ്. അതെ, ആൺപിള്ളേരാണോ പെൺപിള്ളേരാണോ സ്മാർട്ട്? പെൺപിള്ളേരാണ് സ്മാർട്ട്. അതെന്താ അങ്ങനെ? പെൺപിള്ളേർ ആൺപിള്ളേർ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവിടെ മൊത്തം പെണ്ണുകളല്ല ഇരിക്കുന്നേ. അപ്പം പെണ്ണുകൾ മാത്രല്ലേ. വലുതാവുമ്പോഴേ എന്ത് ഡ്രസ് ഇട്ട് നടക്കാനാ ഇഷ്ടം? ചുരിദാറ്. ചുരിദാറ്. അമ്മയുടെ ചുരിദാറൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കാറുണ്ടോ? ഇല്ല. പിന്നെ മോൾക്ക് ചുരിദാറുണ്ടോ? എനിക്ക് ചുരിദാറുണ്ട്. വലുതാകുമ്പോ നിറയെ സ്വർണം വേണോ, നിറയെ ഡ്രസ് വേണോ, നിറയെ ചെരുപ്പ് വേണോ? സ്വർണം. സ്വർണം. എന്താ അങ്ങനെ? എന്താ നിറയെ സ്വർണം വേണം എന്ന് പറയുന്നത്? ഇടാന്. അപ്പൊ ഡ്രസ് വേണ്ടേ? ഡ്രസ്സും വേണം. ഡ്രസ്സും വേണം, സ്വർണവും വേണം, ഇല്ലേ? മോൾക്ക് എന്താ വേണ്ടത് വലുതാവുമ്പോ? മോൾക്ക് വലുതാവുമ്പോ ആരാവാനാ ഇഷ്ടം? ഡോക്ടർ. എല്ലാവർക്കും ഡോക്ടർ ആയാ മതിയോ? മോൾക്ക് എന്താവാനാ ഇഷ്ടം? ടീച്ചർ ആയാ മതി. വലുതാവുമ്പോ നിറച്ച് സ്വർണം വേണോ, അല്ലെങ്കിൽ ഉടുപ്പ് വേണോ, അല്ലെങ്കിൽ പിന്നെ എന്താണ് നിറയെ ചെരുപ്പ് വേണോ? എന്താ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്? ഉടുപ്പ് മതി. സ്വർണം വേണോ? സ്വർണത്തിനോട് വലിയ താല്പര്യമില്ല, ഉടുപ്പ് മതി. എന്റെ കുട്ടിന് എന്താണ് വേണ്ടത്? അമൃതവർഷിണിക്ക് ചെരുപ്പാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. മോൾക്ക് എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഉടുപ്പ് മതി. മോൾക്ക് എന്താണ് വേണ്ടത്? സിയക്കുട്ടിക്ക് എന്താണ് വേണ്ടത്? സാരി. സാരി. വലുതാകുമ്പോ സാരി ഉടുത്ത് നടക്കാനാ ഇഷ്ടം? എങ്ങനത്തെ സാരിയാ വേണ്ടത്? സിനിമയിൽ ഏത് ചേച്ചി ഉടുത്ത പോലത്തെ സാരി വേണം? മിന്നുന്ന സാരി. മിന്നുന്ന സാരി. മോൾക്കോ? മോൾക്ക് സ്വർണം വേണോ, സാരി വേണോ, ചെരുപ്പ് വേണോ? സ്വർണം മതി. ഞങ്ങൾക്കൊക്കെ സ്വർണം മതി. മോൾക്ക് എന്താ വേണ്ടത് ഏറ്റവും കൂടുതലായിട്ട്? ചെരുപ്പ്. ചെരുപ്പാണ് ഞങ്ങളുടെ ഇഷ്ടം. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ എല്ലാവരുടെ അടുത്തുമായിട്ട്, എന്തുവരെ പഠിക്കാനായി ഇഷ്ടം? എന്തുവരെ പഠിക്കാനായി ഇഷ്ടം? +2. പ്ലസ് ടു കഴിഞ്ഞാ പിന്നെ എന്ത് ചെയ്യും? പ്ലസ് ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ കല്യാണം കഴിച്ചു പോവോ? കല്യാണം കഴിക്കാനൊക്കെ ഇഷ്ടല്ലേ? കല്യാണം എങ്ങനെയാണ്? ഈ നേരത്തെ നമ്മൾ പറഞ്ഞ നിറയെ സ്വർണ്ണം ഒക്കെ ഇട്ടിട്ടാണോ കല്യാണം നടത്തണ്ടേ? അങ്ങനെ വേണം നടത്താൻ. ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ കല്യാണം കഴിക്കാൻ? ഇല്ല. എന്തിനാ കല്യാണം കഴിക്കുന്നേ? വെറുതെ. കല്യാണമൊക്കെ ഒരു ഫാഷൻ അല്ലേ?
ഹലോ ചുന്ദരി, ഒരു പാട്ട് പാടിക്കേ ചുന്ദരി കുട്ടി. Johnny, yes, Papa. Eating sugar, no, Papa. Telling lies, no, Papa. Papa, not ha ha ha. മോൾക്ക് എന്തുവരെ പഠിക്കണം? എന്തുവരെ പഠിക്കണം? പൂമ്പാറ്റി എങ്ങനെയാ വരുന്നത്? പറന്നിട്ട്. കാക്ക എങ്ങനെയാ വരുന്നത്? പറന്നിട്ട്. പശുവോ? നടന്നിട്ട്. ആൾക്കാരെങ്ങനെയാ? നടന്നിട്ട്. ബസ്സിൽ കയറാൻ ഇഷ്ടാണോ? ഫ്ലൈറ്റിൽ കയറാൻ ഇഷ്ടാണോ? കപ്പലിൽ കയറാൻ ഇഷ്ടാണോ? കപ്പലിൽ കയറാൻ ഇഷ്ടം. കപ്പലിൽ കയറിയിട്ടുണ്ടോ ഇതിനു മുൻപ്? ഇല്ല. ഇനി കപ്പലിൽ കാണിച്ചാൽ കയറും. ഒരു ദിവസം ഞാൻ വലിയ കപ്പലിൽ കേറിയിട്ടുണ്ടല്ലേ? കപ്പലിൽ കയറിയിട്ട് എവിടെയാ പോയത്? ഞാൻ മഴയത്തുള്ള സ്ഥലത്തും പോയി. മഴ പെയ്യുമ്പോ ഇറക്കുന്ന കപ്പലിൽ കയറിയിട്ടാണ് നമ്മുടെ കുട്ടി പോയിട്ടുള്ളത്. എവിടെയൊക്കെയാ പോയത്? ഓർമ്മയുണ്ടോ? വല്ല ഓർമ്മയുണ്ടോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാർക്ക് പോയുണ്ട്. പാർക്കില് പോകുന്നത് കപ്പലിലാണല്ലേ? അല്ല, പിന്നെ ബൈക്കിലാണ് പോകുന്നത്. ആരുടെ ബൈക്കിലാ പോകുന്നത്? എന്റെ അച്ഛന്റെ ബൈക്കിൽ. ആണോ? അച്ഛൻ കഥയൊക്കെ പറഞ്ഞു തരുമോ? അച്ഛൻ കഥ പറഞ്ഞില്ല, അച്ഛമ്മ കഥ പറഞ്ഞു. അച്ഛനാണോ അമ്മയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? എല്ലാരും ഇഷ്ടം. ആണോ? വലുതാകുമ്പോഴേ അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യുവോ? എന്തൊക്കെ ജോലി ചെയ്യും? കറിയൊക്കെ ഉണ്ടാക്കും. കറി ഉണ്ടാക്കും. പിന്നെ എന്തുണ്ടാക്കും? ഉപ്പേരി ഉണ്ടാക്കും. പിന്നെ ചോറുണ്ടാക്കും. പിന്നെ കറി ഉണ്ടാക്കും. കറി നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയായിരുന്നല്ലോ. അത് ഞാൻ ഉണ്ടാക്കി. വലുതാകുമ്പോ എന്തൊക്കെ വീട്ടുജോലിയിൽ അമ്മയെ സഹായിച്ചു കൊടുക്കാനാ പ്ലാൻ? ചോറ് മാത്രമേ ഉണ്ടാക്കി കൊടുക്കുള്ളൂ, വേറെ ഒന്നും ഉണ്ടാക്കി കൊടുക്കില്ല. മോൾ എന്തൊക്കെ സഹായിക്കും അമ്മേനെ? അച്ഛമ്മേനെ അടിച്ചു വരാൻ കൊടുക്കും. ആദ്യം തന്നെ ചെയ്യുന്ന പരിപാടി അച്ഛമ്മേനെ അടിച്ചു വരാൻ സഹായിക്കും. എന്നിട്ട് ചണ്ടിയൊക്കെ ചൂലുകൊണ്ട് അടിച്ചു വാരി കളയും മുറ്റത്തേക്ക് കളയും. എന്നിട്ട് മുറ്റത്തുനിന്ന് അതൊക്കെ ആരെടുത്ത് കളയും? അല്ല, ആ മുറ്റത്തേക്ക് തന്നെ വീഴണം. മണ്ണ് കണ്ണിൽ വീഴണം. ആരുടെ കണ്ണിലാ മണ്ണ് വീഴണ്ടേ? ചണ്ടിയുടെ കണ്ണില് മണ്ണ് വീഴണം. ചണ്ടീന് കണ്ണും നെറ്റും മൂക്കും ലിസ്റ്റിക്കൊക്കെ കാട്ടും. എന്നിട്ട് ആ ചണ്ടീനെ കണ്ണും മൂക്കും ഇതൊക്കെ വരുത്തും അല്ലേ? വലുതാവുമ്പോഴേ എന്തുവരെ പഠിക്കാനാ ഇഷ്ടം? MS പോയിട്ട് ABCDEFG. MAക്ക് പോയിട്ട് ABCDEFG. MAക്ക് അല്ല. പിന്നെ MAക്ക് അല്ല. MSc പോയിട്ട് ABCDE വരെ പഠിച്ചാ മതി. പിന്നെ ഒന്നും പഠിക്കണ്ടേ? ABCDEFG HIJ LMNP RFC UVWXYZ ഷെഡ് വരെ വരയ്ക്കാൻ പഠിക്കണം. 1 2 3 ഒന്ന് ചൊല്ലിക്കേ. 1 2 3 4 5 6 7 8 9 10. വെരി ഗുഡ് ഗേൾ. ഇനി ഒരു പാട്ട് പാടിക്കേ വേഗം. ആണോ? ടിങ്കിൾ ടിങ്കിൾ വേണ്ട. ടിങ്കിൾ ടിങ്കിൾ നമ്മൾ കുറെ പേര് പാടി. വേറെ പാട്ടുണ്ട്. എയ്റോപ്ലെയിന്റെ പാട്ടറിയോ? എയ്റോപ്ലെയിൻ അപ്പ് ഇൻ ദ സ്കൈ. ആ പാട്ടറിയോ? അറിയില്ല. എന്നാ വേറെ പാട്ട് പാടിക്കോ. സിനിമയുടെ പാട്ട്. പ്രാർത്ഥിക്കാറുണ്ടോ ഭഗവാന്റെ അടുത്ത്? അച്ഛമ്മ ഞാനും പ്രാർത്ഥിക്കും. മോനെ എന്തൊക്കെയാ പ്രാർത്ഥിക്കുന്നത് ഭഗവാന്റെ അടുത്ത്? ഭഗവാന്റെ അടുത്ത് ആരെങ്കിലും നശിക്കണമെന്ന് പറയും. ഭഗവാന്റെ അടുത്ത് ആരെങ്കിലും നശിക്കണേന്ന് പറയും. നശിക്കണമെന്നല്ല, രക്ഷിക്കണേന്ന്. മിടുക്കിയാട്ടോ, മിടുക്കിയാണ്. എന്നിട്ട് പിന്നെ ഭഗവാൻ രക്ഷിക്കോ? ഒരു ശ്ലോകം ചൊല്ലിക്കേ. സരസ്വതി നമസ്തുഭ്യം, ഗജാനനം. അതൊന്നും അറിയില്ല?
അച്ഛമ്മ ഇത് പ്രാർത്ഥനയൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? സന്ധ്യാനാമൊക്കെ ചൊല്ലി കൊടുക്കലുണ്ട്. ആണോ? എന്തൊക്കെ സന്ധ്യാനാമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്? ഓം നമ ശിവായ ആണ് ആദ്യം പറഞ്ഞു കൊടുക്കല്. പിന്നെ അതാ അവർക്ക് അറിയുന്നു. ഈ അമ്മയും ഈ മോളും മാത്രമേ ഇരുന്നിട്ട് നാമം ജപിക്കാറുള്ളൂ? ഈ അമ്മയും ബാക്കി ആരും കൂടാറില്ല? അവരുടെ അമ്മയും കൂടലുണ്ട്. അവരുടെ അമ്മ വന്നിട്ടില്ലേ ഇപ്പൊ? ഉണ്ട്, അമ്മയുണ്ട്. അമ്മയും അച്ഛനും ഒക്കെ അപ്പൊ എന്താ ചെയ്യാ? അച്ഛൻ അപ്പഴത്തേക്ക് ഓഫീസിൽ നിന്ന് വരുന്നേ ഉണ്ടാവുള്ളൂ. ഞാൻ വേറെ എന്തെങ്കിലും പണി ഉണ്ടാകും, ചിലപ്പോ ഇല്ലെങ്കിൽ ഇരിക്കും. ഒരു പണി ഇല്ലെങ്കിൽ നമ്മൾ കുറച്ചു നേരം ഇരുന്നിട്ട് നാമം ജപിക്കും, അങ്ങനെയാണോ? ഓം നമ ശിവായ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അച്ഛമ്മ. ഒന്ന് പറഞ്ഞേ, ഓം നമ ശിവായ എന്ന് ചൊല്ലിക്കേ. ഇങ്ങനെയാണോ പഠിപ്പിക്കുന്നത്? പഠിച്ചതൊക്കെ ഞാൻ മറന്നുപോയി.